ഒരു ചൂടൻ്റെ കല്യാണം. കഥാരചന ഭീമ എസ്. അവതരണം ഷാജഹാൻ ചളിക്കോട്. എനിക്ക് ശ്രുതിയോടൊന്ന് സംസാരിക്കണം. പെണ്ണ് കാണാൻ വന്ന ചെറുക്കൻ മറ്റാരുടെയും പ്രേരണയില്ലാതെ തുറന്നു പറഞ്ഞപ്പോൾ ശ്രുതിയുടെ അമ്മാവനും അച്ഛനും അമ്മയും ഒന്നമ്പരന്നു. ചെറുക്കൻ ശ്രീരാജിൻ്റെ അച്ഛൻ പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുമ്പോൾ കൂടെ വന്ന ഉറ്റ സുഹൃത്തായ അജുവും അറിയാതെ ചിരിച്ചുപോയി. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം അല്ലേ? ശ്രീരാജിൻ്റെ അച്ഛൻ ശ്രുതിയുടെ ബന്ധുക്കളോട് ചോദിച്ചു. അതെ അതെ, ഒരു കണക്കിന് വിവാഹത്തിന് മുൻപ് പറയാനുള്ളത് പറഞ്ഞു നടത്തുന്നത് തന്നെയാണ് നല്ലത്. അവരും അത് ശരിവെച്ചപ്പോൾ ശ്രീരാജ് പെട്ടെന്ന് എഴുന്നേറ്റ് സിറ്റൗട്ടിലേക്ക് പോയി. ചെല്ലുമോളെ, പോയി സംസാരിച്ചിട്ട് വാ. ശ്രുതിയുടെ അച്ഛനും അമ്മയും അവൾക്ക് അനുവാദം കൊടുത്തു. ശ്രുതി അല്പം ജാള്യതയോടെ ശ്രീരാജിന് പിന്നാലെ സിറ്റൗട്ടിലേക്ക് ചെന്നു. അവിടെ ഒരു ചെയറിൽ ശ്രീരാജ് ശ്രുതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ശ്രുതി ഇരിക്കൂ. അവൾ വന്നതും തൻ്റെ തൊട്ടരികിൽ കിടന്ന കസേര ചൂണ്ടി പെട്ടെന്ന് അവൻ പറഞ്ഞു. പക്ഷേ ശ്രുതി അവിടെ ഇരിക്കാതെ സിറ്റൗട്ടിലെ നെടുന്തൂണിലേക്ക് ചാരി നിന്നു. എടോ ശ്രുതി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശ്രുതി ശ്രീരാജിൻ്റെ വാക്കുകൾ കേട്ട് ആകാംക്ഷയോടെ അവനെ നേരിട്ടു. എനിക്ക് അല്പം ദേഷ്യം കൂടുതലുള്ള ആളാണ് ഞാൻ. ശ്രുതി അല്പമൊന്ന് പകച്ചിട്ട് അവനെ നോക്കി. അവളുടെ ആ നോട്ടം കണ്ടിട്ട് പെട്ടെന്നവൻ സൗഹൃദത്തോടെ പറഞ്ഞു. അയ്യോ, അങ്ങനെ താൻ പേടിക്കാൻ വേണ്ടിയുള്ളതൊന്നുമില്ല. എന്നാലും ഒന്ന് പറയണമല്ലോ. ശ്രുതിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രം മുന്നോട്ട് പോയാൽ മതി. ആ ചെറുപ്പക്കാരൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ശ്രുതിക്ക് എതിര് പറയാൻ തോന്നിയില്ല. ചെക്കനെ കാണാനൊക്കെ ഒരു ചേരുണ്ട്. പിന്നെ തന്നോട് കാര്യം നിഷ്കളങ്കമായി തന്നെ അവതരിപ്പിച്ചല്ലോ. മാത്രമല്ല, ആണുങ്ങൾക്ക് കുറച്ച് ദേഷ്യമുള്ളത് അവർക്കൊരു ഭംഗിയാണ്. ആ ഒരു ഉറപ്പിൽ വിവാഹം വളരെ മംഗളമായി തന്നെ നടന്നു. അകന്ന ബന്ധുക്കളെല്ലാം പിരിഞ്ഞു പോയിരുന്നു. ശ്രുതി സെറ്റുസാരിയിൽ ദേഹം നിറയെ ആഭരണങ്ങൾ അണിഞ്ഞ് അടുത്തുള്ള ബന്ധുക്കളോടൊപ്പം ഒരു റൂമിലാണ്. പെട്ടെന്നവിടെ ശ്രീരാജിൻ്റെ സ്വരം ഉച്ചത്തിൽ കേട്ട് ശ്രുതിയെ കൂടാതെ കൂടി നിന്ന സ്ത്രീകളും ഒന്ന് പകച്ചു. ശ്രീരാജ് തൻ്റെ അച്ഛനോടെന്തോ കയർത്ത് സംസാരിക്കുകയാണ്. കുടുംബത്തിലെ മൂത്ത മകനാണെങ്കിലും ഇന്നെൻ്റെ കല്യാണമാ. അതെന്താ ആരും ഓർക്കാത്തെ? എല്ലാത്തിനും ഓടി നടക്കാൻ ഞാൻ ഒറ്റയൊരുത്തൻ. അച്ഛൻ്റെ മറ്റു മക്കൾക്കൊന്നും ഒന്നും അറിയണ്ടല്ലോ. എന്തിനും ഏതിനും എൻ്റെ ഒരു കണ്ണ് തന്നെ വേണം. അതേ, അത്രയും രൂപ മോഷണം പോയത് എൻ്റെ കുറ്റം കൊണ്ടല്ല. ശ്രീരാജിൻ്റെ ഒച്ച വീണ്ടും കനത്തു. മോനെ, അച്ഛൻ അതൊന്നും ഓർത്ത് പറഞ്ഞതല്ല. എല്ലാവരും ഓരോരോ തിരക്കിലായി പോയതാ. നീ ഒന്ന് ക്ഷമിക്ക്. ഇന്നത്തെ ദിവസം അറിയാലോ നിനക്ക്. അച്ഛൻ ഒരു അനുനയത്തോടെ ഓർമ്മിപ്പിക്കുന്നുവെങ്കിലും ഒക്കെ വിഫലമാകുമെന്ന് കണ്ട് ശ്രുതി നടുങ്ങിയിരുന്നു പോയി അവിടെ. ഒപ്പം മറ്റുള്ളവരും. അല്പം കഴിഞ്ഞ് ശ്രീരാജിൻ്റെ അമ്മ അങ്ങോട്ട് വന്നപ്പോൾ ശ്രുതി ആന്തരോടെ എഴുന്നേറ്റു. മോളെ, നീ ഇതൊന്നും കണ്ട് പേടിക്കണ്ട. അവൻ അങ്ങനെയാ ചില നേരത്ത്. പക്ഷേ പാപമാ, മനസ്സിലൊന്നും കാണില്ല. അമ്മ ശ്രുതിയെ നോക്കി പരിഭ്രമത്തോടെ ഒന്ന് പുഞ്ചിരിച്ചിട്ട് സൗമ്യമായ മട്ടിൽ അവളോട് പറഞ്ഞു. സാരമില്ല അമ്മേ. ശ്രുതി ചിരിക്കാനെന്ന് ശ്രമിച്ചെങ്കിലും പാളിപ്പോവുകയായിരുന്നു. മോള് വാ, സമയം ഒരുപാടാകുന്നു. വന്ന് അവനോടൊപ്പം എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. ചെല്ലുമോളെ, പേടിക്കണ്ട. ഒപ്പം കൂടിയിരുന്ന സ്ത്രീകൾ ശ്രുതിക്ക് ധൈര്യം നൽകി. അമ്മ അവളെയും കൂട്ടി ഡൈനിങ് റൂമിലേക്ക് പോയി. അവിടെ ടേബിളിന്മേൽ കൈമുട്ടുകൾ ഊന്നി ശ്രീരാജ് വളരെ ഗൗരവത്തോടെ എന്തോ ഗഹനമായി ചിന്തിക്കുന്നത് ശ്രുതി കണ്ടു. അവളൊന്ന് പരുങ്ങി അവിടെ തന്നെ നിന്ന് കളഞ്ഞു. അവൻ അവളെ ഒന്ന് നോക്കുന്നു പോലും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇരിക്കുമോളെ. അമ്മ നിർബന്ധപൂർവ്വം ശ്രീരാജിൻ്റെ തൊട്ടടുത്ത കസേരയിൽ ശ്രുതിയെ പിടിച്ചിരുത്തി. അവർക്ക് രണ്ടുപേർക്കും അമ്മ ആഹാരം വിളമ്പി. അമ്മയും അച്ഛനും അനിയന്മാരും കഴിക്കുന്നില്ലേ? ശ്രുതി ഔപചാരികമായി ചോദിച്ചു. കഴിക്കാമോളെ, ഇപ്പോൾ നിങ്ങൾ കഴിക്കി, അമ്മ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. ശ്രുതിയുടെ കണ്ണുകൾ അറിയാതെ ശ്രീരാജിൻ്റെ നേർക്ക് പോയി. അവൾക്ക് അവനെ കണ്ടിട്ട് എന്തോ ഒരു ഭയം തോന്നി. ഒരു ചിരി പോലുമില്ലാതെ മുഖം കട്ടക്കലിപ്പിലാണ്. ശ്രീരാജ് തൻ്റെ മുന്നിലിരിക്കുന്ന ആഹാരത്തെ ഒന്ന് നോക്കി അമ്മയുടെ നേർക്ക് കയർത്തു. എനിക്കിപ്പോൾ ഭക്ഷണം വിളമ്പാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടോ? മോനെ, നിൻ്റെ ജീവിതത്തിലേക്ക് ഇന്നൊരു പെൺകുട്ടി കടന്നു വന്നിരിക്കുക. ഇന്നത്തെ ദിവസം തന്നെ നീ ഇങ്ങനെയൊന്നും അതിൻ്റെ മുന്നിൽ. അറിയാം, അമ്മ ഓർമ്മപ്പെടുത്തേണ്ട എന്നെ. അവർ പറഞ്ഞു പൂർത്തിയാകും മുന്നേ ശ്രീരാജ് ഇടയ്ക്ക് കയറി അമ്മയോട് വീണ്ടും കയർത്തു. അവൻ മുന്നിലിരിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും അല്പമെടുത്ത് കലിപ്പോടെ തന്നെ വായിൽ വെച്ചു. അടുത്തത് വിരൽത്തുമ്പിലെടുക്കുമ്പോൾ അവൻ തൊട്ടടുത്തിരിക്കുന്ന ശ്രുതിയെ ഒന്ന് നോക്കി. തന്നെ നോക്കി പേടിച്ചവണ്ണം ഇരിക്കുന്ന ശ്രുതിയെ നോക്കി അവൻ പുരികം ചൊളിച്ചു. ഇതെന്താ, തനിക്ക് ഭക്ഷണം വേണ്ടേ? എനിക്ക് വേണ്ട. അവൻ്റെ ഗൗരവം കണ്ടിട്ടോ ആ ദേഷ്യം ഓർത്തിട്ടോ പെട്ടെന്ന് അങ്ങനെ പറയാനാണ് അവൾക്ക് തോന്നിയത്. പിന്നെ ആർക്കാ വേണ്ടേ? എനിക്കോ? ചോദ്യവും പ്രവർത്തനവും പെട്ടെന്ന് കഴിഞ്ഞു. തൻ്റെ മുന്നിലിരിക്കുന്ന ഭക്ഷണവും പാത്രവും എടുത്ത് ശ്രീരാജ് ഒരു ഏറ് വെച്ചു കൊടുത്തു. അത് ടേബിളിന്മേൽ ചിതറി നിലത്തേക്ക് നാലുപാടും വീണു. അമ്മയും ശ്രുതിയും ഒരുപോലെ നടുങ്ങിപ്പോയി. ശ്രീരാജേ, ഇതെന്താടാ നീ കാണിച്ചത്? അതും ഈ പുതിയ കൊച്ചിൻ്റെ മുന്നിൽ വെച്ച്. അമ്മ ക്രൂരമായി ശ്രീരാജിൻ്റെ നേർക്കൊച്ചയിട്ടു. അമ്മ മിണ്ടണ്ട. ശ്രീരാജ് ചാടിത്തുള്ളി മുകളിലേക്കുള്ള കോണിപ്പടികൾ കയറി. ശ്രുതി വെപ്രാളത്തോടെ അമ്മയെ നോക്കി.
അമ്മേ, അവൾ പേടിയോടെ വിളിച്ചു. അമ്മ അവളെ നോക്കി ശാന്തമായെന്ന് പുഞ്ചിരിച്ചു. എൻ്റെ മോളെ വിഷമിക്കേണ്ട, അവൻ പാപമാ മോളെ. കല്യാണച്ചെലവിൻ്റെ കുറച്ച് കാശ് കിട്ടിയ കണക്കിൽ കുറഞ്ഞുപോയി, അതിൻ്റെ ദേഷ്യമാ. അവർ അങ്ങനെ പറഞ്ഞൊപ്പിച്ച് ശ്രുതിയെ നോക്കി. അമ്മ പറഞ്ഞത് വിശ്വസിക്കാനാവാതെ അവൾ അവിടെ പകച്ചിരുന്നു പോയി. ഹാ, അവൻ പോട്ടെ, മോളിത് ഫുള്ളും കഴിച്ചിട്ട് പോയാൽ മതി. അവൻ വിശക്കുമ്പോൾ വന്നെടുത്ത് കഴിച്ചോളും. എനിക്ക് വേണ്ടമ്മേ, അവളൊരു വിമിഷ്ടത്തോടെ പറഞ്ഞു. അത് പറ്റില്ല കുട്ടി. ഇന്ന് ഈ വീട്ടിൽ വന്ന ആദ്യത്തെ ദിവസമായിട്ട് ഭക്ഷണത്തിന് മുന്നിൽ നിന്നും എഴുന്നേറ്റ് പോകുവാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മേ, എനിക്ക് വിശപ്പ് തോന്നുന്നില്ല, ശ്രുതി വിരസതയോടെ നിരസിച്ചു. എങ്കിൽ എൻ്റെ ഒരു സമാധാനത്തിന് കുറച്ച്. അവർ ഒരു യാചനയോടെ അവളെ നോക്കി. ശ്രുതിക്കത് നിരസിക്കാൻ തോന്നിയില്ല. അവൾ വളരെ വിമിഷ്ടത്തോടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ അവർ തടഞ്ഞു. എങ്കിൽ മോള് മുകളിലേക്ക് കയറിപ്പോയ്ക്കോ, അമ്മ വിഷമത്തോടെ പറഞ്ഞു. പക്ഷേ ശ്രുതി അതിനു മനസ്സ് വരാതെ അവിടെ തന്നെ മടിച്ചിരുന്നു. പേടിക്കേണ്ട മോളെ, അവർ നിർബന്ധിച്ചപ്പോൾ ശ്രുതി മനസ്സില്ലാ മനസ്സോടെ എഴുന്നേറ്റ് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി. അത് നോക്കി ആ അമ്മ ഒരു നെടുവീർപ്പോടെ അവിടെ കിടന്നൊരു കസേരയിൽ ഇരുന്നുപോയി. ശ്രുതി പേടിയും പരിഭ്രമവും കൊണ്ട് റൂമിലെത്തിയപ്പോൾ ശ്രീരാജ് ബെഡിലിരിക്കുകയായിരുന്നു. അവളൊരു സങ്കോചത്തോടെ മെല്ലെ അവനെതിരെ വന്നു നിന്നു. ശ്രീരാജ് പെട്ടെന്ന് അവളെ നോക്കി. ശ്രുതി, ഇങ്ങോട്ട് കിടന്നോളൂ, വേണമെങ്കിൽ ഉറങ്ങിക്കോ, എനിക്കല്പം കാര്യങ്ങൾ നോക്കാനുണ്ട്. അവൻ്റെ സ്വരം മുൻപത്തെ അപേക്ഷിച്ച് അല്പം മയപ്പെട്ടതുപോലെ ശ്രുതിക്ക് തോന്നി. ശ്രീരാജ് ഉടനെ എഴുന്നേറ്റ് അവളെ മറികടന്ന് താഴേക്കുള്ള പടികളിറങ്ങി. ശ്രുതി കുറച്ചാശ്വാസം കിട്ടിയതുപോലെ ബെഡിലേക്കിരുന്നു. അവളുടെ ഹൃദയമിടിപ്പ് അപ്പോഴും നിലച്ചിട്ടില്ലായിരുന്നു. കല്യാണം കഴിക്കേണ്ടായിരുന്നു, തനിക്ക് തൻ്റെ വീട്ടിൽ തന്നെ ജീവിച്ചാൽ മതിയായിരുന്നു. ഇത്രയും ദേഷ്യമാണ് ഈ ആൾക്കെന്ന് അന്ന് പറഞ്ഞപ്പോൾ താൻ ഒട്ടും കരുതിയില്ലല്ലോ എന്നോർത്ത് അവളുടെ മനസ്സ് നിരാശപ്പെട്ടുകൊണ്ടിരുന്നു. തൻ്റെ ജീവിതം നശിച്ചല്ലോ എന്നോർത്ത് ശ്രുതി ഇരുന്ന് ഉരുകി. ഓരോന്നോർത്ത് സമയം നീങ്ങിയത് ശ്രുതി അറിഞ്ഞില്ല. റൂമിലെ ക്ലോക്കിൽ 11 മണി അടിച്ചപ്പോൾ അവളൊന്ന് നടുങ്ങി. സമയം ഇത്രയുമായോ? ഈശ്വര, ആളിനി ഇങ്ങോട്ട് വരില്ലേ? അവൾ ഉള്ളിൽ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കയിലേക്ക് നീണ്ടു നിവർന്ന് കിടന്നു. ഉറക്കം വന്ന് കണ്ണുകളെ തഴുകുന്നതറിഞ്ഞ് കിടന്നുപോയതാണ്. അധികം വൈകാതെ അവൾ അതിന് അടിമപ്പെട്ടു. അല്പനേരം കഴിഞ്ഞപ്പോൾ തൻ്റെ കയ്യിൽ മൃദുവായി എന്തോ സ്പർശിക്കുന്നതറിഞ്ഞ് ശ്രുതി പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. അപ്പോഴാണ് താൻ പേടിക്കുന്നയാൾ തൻ്റെ തൊട്ടടുത്തായി ബെഡിലിരിക്കുന്നത് ഉറക്കച്ചടവുള്ള കണ്ണുകളാൽ ശ്രുതി തിരിച്ചറിയുന്നത്. തൻ്റെ കൈപ്പത്തിയിലേക്ക് പ്രണയത്തോടെ മൃദുവായി ചുംബിക്കുന്ന ശ്രീരാജിനെ ശ്രുതി അമ്പരപ്പോടെ നോക്കി. പെട്ടെന്ന് കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റു. പരിഭ്രമം കൊണ്ട് അവളുടെ ഹൃദയം മിടിച്ചുപോയി. ഒപ്പം ഉറക്കവും നഷ്ടപ്പെട്ടു. അവളുടെ വെപ്രാളം കണ്ട് ശ്രീരാജ് പെട്ടെന്ന് പുഞ്ചിരിച്ചു. മനോഹരമായ ഒരു ചിരിയായിരുന്നത്. അത് കണ്ടതുകൊണ്ടാകാം ശ്രുതിക്ക് അല്പം സമാധാനം തോന്നുകയായിരുന്നു. താൻ പേടിച്ചോ? എൻ്റെ അല്പം മുമ്പത്തെ പ്രകടനം കണ്ട് താൻ ഞെട്ടിക്കാണമെന്ന് എനിക്കറിയാം. പോട്ടെ, സാരമില്ല. അവൻ സ്നേഹത്തോടെ അവളുടെ കൈപ്പത്തിയിൽ തലോടി. ഞാനൊരു കുഴപ്പക്കാരനൊന്നുമല്ലട്ടോ. എൻ്റെ ഈ ദേഷ്യം തനിക്കൊരിക്കലും ഒരു ബാധ്യതയാകില്ല. ഉപദ്രവവും, ഉറപ്പ്. എങ്കിലും ഈ ദേഷ്യം ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ ഉറക്കം നിലവിളിക്കുമെന്നല്ലാതെ ഞാനത്ര പരുക്കനൊന്നുമല്ലടോ. എന്തേ ഒന്നും മിണ്ടാത്തേ? തന്നെ നോക്കി ആശ്ചര്യത്തോടെ മീച്ചിരുന്ന ശ്രുതിയോട് അവൻ സൗമ്യമായി തിരക്കി. എന്തിനാ നേരത്തെ അങ്ങനെയൊക്കെ? ഞാൻ ആകെ പേടിച്ചുട്ടോ. അവൾ പരിഭവത്തോടെ അവനെ നോക്കി. ശ്രീരാജ് ഇത്തിരി മുൻപ് സ്നേഹത്തോടെ പറഞ്ഞ ആ വാക്കുകളൊക്കെ അവളുടെ ഭയത്തെയും പരിഭ്രാന്തിയെയും ഇല്ലാതാക്കിയിരുന്നു. അതോ? അവനൊന്ന് മന്ദഹസിച്ചു. സംഭാവന കിട്ടിയ കുറച്ച് കാശ് ആരോ അടിച്ചു മാറ്റിയിരിക്കുന്നു. മിക്കവാറും എന്നെ ആക്കാനുള്ള കല്യാണക്കണിയായിരിക്കും എൻ്റെ ചങ്ങാതിമാരുടെ. അതോർത്തപ്പോൾ ശ്രീരാജ് ഊറിച്ചിരിച്ചു. എനിക്ക് അല്പം മുമ്പാട്ടോ അത് കത്തിയേ. ഇങ്ങനെ എത്രയോ പേരുടെ കല്യാണത്തിന് കൂട്ടുകാരോടൊപ്പം ഞാനും കൂടിയിരിക്കുന്നു. അതേ, അത്യാഗ്രഹം കൊണ്ടല്ലട്ടോ. കുറച്ച് കടങ്ങൾ, പിന്നെ 2 അനിയന്മാരുടെ പഠിത്തം ഒക്കെ നോക്കണം. ഇതൊന്നും കേട്ട് എൻ്റെ ശ്രുതിക്കുട്ടി ടെൻഷൻ അടിക്കരുതിട്ടോ. ഒക്കെ നന്നായി കൊണ്ടുപോകും ഞാൻ. അവൻ പിന്നെയും മനോഹരമായി പുഞ്ചിരിച്ചപ്പോൾ ശ്രുതി പരിഭവത്തോടെ മൊഴിഞ്ഞു. എന്നാലും വിഷമിക്കേണ്ട, അമ്മയോടും അച്ഛനോടും സോറി പറഞ്ഞ് ഓരോ ഉമ്മയും കൊടുത്താൽ ഞാനിങ്ങോട്ട് പോന്നേ. അവർക്ക് എന്നെ നന്നായി അറിയാലോ. അപ്പോൾ ഭക്ഷണം എടുത്തെറിഞ്ഞതോ? അവൾ പരിഭവത്തോടെ വീണ്ടും അവനെ നോക്കി. അമ്മോ, അങ്ങനെയും ഒന്നുണ്ടായി അല്ലേ? അവൻ തൻ്റെ നെറ്റിയിലൊന്ന് താങ്ങിപ്പിടിച്ചു ഖേദം അറിയിച്ചിട്ട് അവളെ കുറ്റബോധത്തോടെ നോക്കി. ശ്രുതിക്കുട്ടിയും ഒന്നും കഴിച്ചു കാണില്ല. വാ, എനിക്ക് നല്ല വിശപ്പുണ്ട്. അവൻ അവളുടെ കവിളിൽ മെല്ലെ തലോടി. ഇന്നേ നമ്മുടെ ആദ്യരാത്രിയാണ് കേട്ടോ. പട്ടിണി കിടക്കുന്ന ആദ്യരാത്രിക്ക് ഒട്ടും ഭംഗി തോന്നില്ല. ശ്രീരാജ് വളരെ നേർമയായി പറഞ്ഞിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. പെട്ടെന്നാണ് അവളുടെ മുഖത്തേക്ക് നാണം ഇരച്ചു കയറിയത്. വന്നേടാ. അവൻ അവളുടെ അരയിൽ പിടിച്ചു പൊക്കി എഴുന്നേൽപ്പിച്ചു. ശ്രുതിയുടെ ശരീരത്തിലൂടെ ഒരു ഉൾപ്പുളകം പാഞ്ഞുപോയി. ഞാൻ വരാം. അവൾ നാണത്തോടെ പിടഞ്ഞുമാറി. അവർ രണ്ടുപേരും താഴേക്കുള്ള പടികളിറങ്ങി. ശ്രീരാജ് തന്നെ അവർക്ക് ഇരുവർക്കുമുള്ള ആഹാരം ആവശ്യത്തിന് ഒരു പ്ലേറ്റിലേക്ക് എടുത്തു.
എന്നിട്ട് അവൻ ശ്രുതിക്ക് സ്നേഹത്തോടെ ഓരോ ഉരുളകളാക്കി ഭക്ഷണം വാരിക്കൊടുത്തു. അവൻ്റെ ഓരോ ഉരുളകളും അവളുടെ ഹൃദയത്തിൽ മധുരമായി പതിഞ്ഞുകൊണ്ടിരുന്നു. ശ്രുതിയും അവനെ ഊട്ടി. തിരികെ പോകാൻ നേരം ശ്രീരാജിനൊപ്പം 2-3 പടികൾ കയറിയ ശ്രുതിയെ അവൻ ഉയർത്തിയെടുത്തു. ഞാൻ എടുത്തോളാം. അവൻ അനുരാഗത്തോടെ അവളെ മുഖമുയർത്തി നോക്കുമ്പോൾ ശ്രുതിക്ക് വല്ലാതെ ലജ്ജ തോന്നിപ്പോയി. റൂമിലെത്തിയതും അവൻ അവളെ സ്വതന്ത്രയാക്കി. ബെഡിൽ അവളുടെ തൊട്ടരിയിലിരിക്കുമ്പോൾ ശ്രീരാജ് അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. അന്ന് പെണ്ണ് കാണാൻ വന്ന ദിവസം ഓർമ്മയുണ്ടോ ശ്രുതിക്കുട്ടിക്ക്? അവൻ പ്രണയത്തോടെ അവളുടെ കാതിൽ മന്ത്രിച്ചു. അവൾ ലജ്ജയോടെ മൂളി. അന്ന് അടുത്തൊന്നിരിക്കാൻ പറഞ്ഞപ്പോൾ മാറി നിന്നയാളാ. ദേ ഇപ്പോൾ എന്നെ തൊട്ടടുത്ത് എൻ്റേത് മാത്രമായി. പ്രണയപൂർവ്വം ആ വാക്കുകൾ അവളുടെ കാതിൽ തേന്മയ വർഷിപ്പിച്ചു. ശ്രുതി, അവൻ മെല്ലെ മന്ത്രിച്ചു. അവൾ വീണ്ടും ലജ്ജയോടെ വിളി കേട്ടു. ഞാനൊന്ന് ചുംബിച്ചോട്ടെ? അവൾ തൻ്റെ മുഖത്ത് നോക്കാതെ നാണത്തോടെ പുഞ്ചിരി തൂകുമ്പോൾ ശ്രീരാജ് മെല്ലെ അവളുടെ മുഖം തൻ്റെ മുഖത്തിന് നേർക്കുയർത്തി. പിന്നെ അവളുടെ അനുവാദത്തിന് വേണ്ടി അവൻ കാത്തുനിന്നില്ല. ആവേശത്തോടെ അവൻ്റെ അതരങ്ങൾ അവളുടെ മുഖത്തെ ഓരോ അവയവങ്ങളെയും കൊതി തീരുവോളം ഓമനിച്ചു. അവൻ്റെ മാറിലേക്ക് തരളിതയായി വീഴുമ്പോൾ നിർബുദ്ധിയോടെ അവൾ ഓർത്തുപോയി. ഇത്ര ഭാവമാണോ, പ്രണയമാണോ തൻ്റെ രാജുവേട്ടൻ? ഇതാണോ പറയുന്നത് പെട്ടെന്ന് ദേഷ്യം വരുന്നവർ ഉള്ളിൽ ധാരാളം നന്മകൾ പൊതിഞ്ഞു വയ്ക്കപ്പെടുന്നവരാണെന്ന്? ശരിക്കും അങ്ങനെയാണോ? ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഞങ്ങളുടെ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുക. നന്ദി.